Hey guys, welcome to Kodaikanal സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ മോർണിംഗ് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം കൊടൈക്കനാൽ ഫുൾ നമ്മൾ കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ കൊടൈക്കനാൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഇവർ എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ എനിവേ നമുക്കിന്ന് ഫുള്ള് കൊടൈക്കനാൽ കറങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളത് റൂമൊക്കെ പൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ് നമ്മുടെ റൂം. 4001 4011 കൊച്ചുവിൻ്റെ റൂം. നമ്മളെ ഫേസ് ടു ഫേസ് 2 റൂമാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ കൊച്ചു ഇറങ്ങാം. കൊച്ചു നല്ല ഇന്ന് ടീഷർട്ട് ഒരു കുട്ടി ടൈപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മൃദുലതേ ഒരു ഗ്രീൻ കളറ് സേവ് ദ ഡേറ്റ് ഞാൻ എടുത്തത്. ഞാൻ ഇന്നലെയും വൈറ്റ് ആയിരുന്നു, ഇന്ന് വൈറ്റ് ആയിരുന്നു. ഇന്നലെ ഫുൾ നൈറ്റ് ആണ് നമ്മൾ വന്നത്. 11 മണി എന്തോ ആയി. അതുകൊണ്ട് ഇന്നലെ കൊടൈക്കനാൽ കാണാനേ പറ്റിയില്ല വരുന്ന വഴിക്ക്. നമ്മളിവിടെ റൂം എടുത്തെടുത്ത് ഇവിടെ ഭയങ്കര അലപ്പാണ്. നമുക്ക് പോയി കഴിച്ചിട്ട് വരാം, എന്നിട്ട് വണ്ടി എടുത്തങ്ങ് പോവാം. അവിടെ ഇടാൻ പാടാം. എന്നാ വാ. വണ്ടി അങ്ങ് താഴെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഹോട്ടലാണ്. എല്ലാം ഇങ്ങനത്തെ ഹോട്ടൽസാണ്. അങ്ങോട്ട് താഴോട്ട് ഹോട്ടലും ഹോം സ്റ്റേയും എല്ലാം ഉണ്ട്. ഇവർക്ക് പാർക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. ചെറിയ സ്ഥലത്ത് പാർക്കിംഗ് ഉള്ളൂ. അത് നമ്മൾ രാത്രി വന്നുകൊണ്ട് തന്നെ ഇന്നലെ ഫുള്ള് പാർക്കിംഗ് എല്ലാം ഫുള്ളായിരുന്നു. നമുക്ക് വെജിറ്റേറിയൻ എല്ലാം കഴിക്കാം. നമുക്ക് വൈകിട്ട് വന്നിട്ട് ഇത് ഫുള്ള് ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളൊക്കെ കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് സാധനമൊക്കെ വാങ്ങാം. പിന്നെ ഇവിടെ ഫുഡിനൊക്കെ അത്യാവശ്യം നമ്മളെ താഴ്ന്നതിനെക്കാട്ടി റേറ്റ് കൂടുതലല്ലേ അല്ലേ വെച്ചു? റേറ്റ് ഉണ്ട്. ഒരു പ്ലെയിൻ മസാല ദോശയ്ക്ക് 80 രൂപ. മസാല നോർമൽ ദോശയ്ക്ക് 80 രൂപയാണ്. റേറ്റ് അത്യാവശ്യമുണ്ട്. ഇതൊക്കെ കുറച്ച് ലോക്കൽ ഷോപ്സും ഈ സൈഡിലുള്ള കുറച്ച് നല്ല വലിയ കടകളും കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ കൊടൈക്കനാൽ ലേക്ക്, ഇവിടുത്തെ ഗാർഡൻ അതൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് നമുക്ക് നേരെ പൂണ്ടിയിലോട്ട് പോവാം. എന്തോ ഒരു പ്ലാനൊന്നും ഇല്ല ഇവിടെയൊക്കെ പോകണമെന്ന്. എല്ലായിടത്തും കറങ്ങാൻ കഴിച്ചു. വാളയിലേ അതെ, മസാലയ്ക്ക് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മരുന്തോന്നോ എന്തോ ഒരു വേറെ ടേസ്റ്റ്. ഇത് ഒരുമാതിരി ഇരിക്കുന്നു. രസമില്ല കഴിച്ചു കട പോരാ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. നമ്മൾ ഫസ്റ്റ് കൊടൈക്കനാൽ ലേക്കിലോട്ട് പോവാണ്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ അടുപ്പിച്ചുള്ളൂ കേട്ടോ കൊടൈക്കനാൽ ലേക്ക്. അപ്പം ഫുഡ് ഭയങ്കര മോശമായിരുന്നു ഗൈസ്. ഇല്ല വെച്ചു ഗൈസ്. അപ്പോൾ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കേട്ടാ. ഇതിന്റെ താഴെയാണ് ഗൈസ്. പക്ഷെ മാപ്പിൽ 2 കിലോമീറ്റർ കാണിക്കുന്നത്. എനിക്കൊന്ന് കറങ്ങി അങ്ങ് അതുവഴി കണ്ട് പോകുന്നതായിരിക്കും. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നേരെ പോവാൻ. അത് പോലീസാണോ? പോലീസ് സ്റ്റേഷനാണോ? അത് പോലീസ് സ്റ്റേഷൻ അല്ല, എന്തോ സ്റ്റേഷൻ. നമ്മൾ അതുവഴി പോകണം. ലേക്കിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് കേട്ടോ നമുക്ക് ടിക്കറ്റിന്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ചാർജ് പറഞ്ഞിട്ട്. 2 സീറ്റ് പെഡൽ ബോട്ടിന് 400 രൂപയും അഡ്വാൻസ് 400, 200 രൂപ ചാർജും. 200 രൂപ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ 4 സീറ്റുള്ള പെഡൽ ബോട്ട് എടുക്കാൻ പോകുന്നത്. അതായത് 600 രൂപ അഡ്വാൻസും 300 രൂപ ചാർജ്, 300 രൂപ നമുക്ക് റീഫണ്ടും കിട്ടും കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ ആളില്ലേ? മൃദുലയും കയറുന്നുണ്ട് കേട്ടോ ബോട്ടില്. മറ്റേ ചെറിയ ബോട്ട് നമ്മൾ തന്നെ ഇരിക്കുന്ന ചവിട്ടുന്നത്. നമ്മൾ മറ്റേ ഇന്നെ കണ്ടിട്ടില്ലേ? സോറി, ചവിട്ടി പോകണം. കൂര ഉണ്ടോ എന്തോ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് അവർ കുറയ്ക്കും. 10%, 20% വെച്ച് കുറയ്ക്കും. അതെ. തിരിച്ച് ലൈഫ് ജാക്കറ്റ് ഇടുന്ന മൃദുല അങ്ങനെ തന്നെ ക്ലിപ്പ് എഴുതും. ഇതാണ് നമ്മുടെ ബോട്ട്. അതെ, 4 പേർ സഞ്ചരിക്കുന്ന ഒരു ബോട്ട്. പക്ഷെ നമ്മള് 3 പേരേ ഉള്ളൂ. കൊച്ചു ചവിട്ടിട്ട് നമുക്ക് ബാക്കി ഇരിക്കാം. ചവിട്ടി പത ഉള്ളവണോ മറ്റേ ഫസ്റ്റ് കൊച്ചു. പെതുക്കെ. ഓക്കെ. ബാക്ക് നോക്കിയോ? റിവേഴ്സ് ക്യാമറ ഒന്നുമില്ല. സ്പീഡെന്ന് പറഞ്ഞാൽ ഇത് മാനുവൽ മെക്കാനിസം ആണ്. കാല് കഴിക്കുന്നത് കൊള്ളാൻ കാണോ രസമുണ്ട്. മുടിഞ്ഞ കാല് കഴച്ചൊടിയുന്ന കേട്ടാ. മരത്തിന്റെ മുട്ടി പോയാലോ? മരത്തിന്റെ മുട്ടി പോകാം. കണ്ട് ഇവിടെ ഗിയർ ലിവർ ഉണ്ട്. ഇത് ഇങ്ങോട്ടിട്ടാ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടിട്ടാ ഇങ്ങോട്ട് പോകും. മയിൽക്കുറ്റി. അയ്യോ, കപ്പലടിക്കും. മൈ ഗോഡ്, ഇടിച്ച് നമുക്ക് ആമ്പല് പറിക്കാം. കൊച്ചു ഒന്ന് അടുപ്പിക്കാമോ? നമ്മൾ ടാർഗറ്റ് ആ പൂവാട്ടോ. ആ പൂ മണമുണ്ടാ? ഓ, ഇതിന്റെ കുരു, ആമ്പൽ കുരു. ഓ, താമര കുരു. അടിപൊളി മണം കേട്ടാ. എടാ അങ്ങോട്ട് പോയി ഇനി നനയോടാ. ഓക്കെ
ആറ്റിറ്റ്യൂഡ് USA ബോട്ടാണ് തോന്നുന്നു. അതെ 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 പാകിസ്ഥാൻ പാകിസ്ഥാൻ. ആ തോക്കെടുത്ത് വെടിവെക്കൂ. സ്നോ അടിക്കുന്നുണ്ട് പ്രവീൺ. ആറ്റിറ്റ്യൂഡ് 100 ഇടൂ. അടിപൊളി. ഓ അതിലാ തൂളി അടിക്കുന്നല്ലേ അങ്ങ്. വെള്ളം തൂറുന്നു. കൊള്ളാല്ലേ അത്. വെരി നൈസ്. എടാ 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 നനയുന്നോ? പ്രവീണാണ് ക്യാപ്റ്റൻ. എടാ എടാ എവിടെ നോക്കിയാടാ ഓടിക്കുന്നത്? എടാ അതെ റൗണ്ട് വെച്ച് പോവാനാ. വലം വെക്കണ്ടേ? നീ ചുമ്മാ ഇരുന്നാണ്. ഞാൻ ഫുൾ ഹാൻഡ് ചെയ്തോളാം. ബാക്കിലോട്ട് റിവേഴ്സിലുണ്ട്. നിന്റെ കാലിലാ ഇരിക്കുന്ന. അങ്ങോട്ട് ഇട്. എന്താടാ കണ്ടപൂട്ട് മിഷനാ? എന്തര് എന്നിട്ട് പിന്നെ അതിന്റെ ബെൽറ്റ് ഇടാൻ അറിയത്തില്ലായിരുന്നല്ലോ ഫ്ലൈറ്റിന്റെ. എടാ ഏവിയേഷന് എന്തോടാ ബന്ധം? ആ എടേ സൂപ്പർ സൂപ്പർ എടേ സൂപ്പർ. ഹലോ സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. ആണല്ലേ? ബംഗാളി ഉണ്ടായിരുന്നെ കൊള്ളായിരുന്നു ചവിട്ടാൻ. ഇവിടെ മഴക്കോളുണ്ട് ഗൈസ്, നോക്ക്. പക്ഷേ വെയിലും ഉണ്ട്, നല്ല വെയിലും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ലേക്കിലൊക്കെ കയറി കറങ്ങി എടുത്ത് നമുക്ക് ജ്യൂസ് കുടിക്കാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഫ്രഷ് ജ്യൂസ് ഉണ്ട് ഗൈസ്. ഇതിനകത്ത് വെള്ളം ഒഴിക്കൂല, അത് കണക്ക് തന്നെ ഐസ് ഇടത്തില്ല കേട്ടോ അവര്. நல்லா இருக்கா? നല്ല മധുരം ഉണ്ട് കേട്ടോ. என்ன மூஞ்சி எல்லாம் அப்புறம் ஒரு சந்தோஷம் இல்லாத இருக்கு. கரிஞ்சு முறிஞ்சிருக்கு அதுதான். ഓ തമിഴിലൊക്കെ എവളോന്നൊക്കെ. പുതിയ കമ്മല് ഇതെന്തുവാ? ആ കൊച്ചു ഒരു സാധനം വാങ്ങിച്ചേട്ടാ. പറ്റിച്ചു. നീ അവർക്ക് പക്ക പരസ്യം കൊടുക്കുന്ന കാരണം അങ്ങനെ കടയുടെ മുമ്പിൽ നിന്നിട്ട് ഓയ് എടാ ഞാൻ ഇനി ഇത് വിൽക്കുന്നവരാണെന്ന് വിചാരിക്കോ? ചിലപ്പം വിചാരിക്കും. 20 പുഴുങ്ങിയതല്ലേ നല്ല? പുഴുങ്ങിയതല്ല, ഇത് ഇതാ എടുത്തേ, കനലിട്ട് ഫ്രൈ ചെയ്തല്ലേ. ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടേക്ക് കൊച്ചു ഇതാ അവിടെ കുമ്പളയും വിട്ട് കളിച്ചോണ്ട് പോകുന്ന കേട്ടാ. മൃദുല ഇപ്പൊ നമ്മളവിടെ നിൽക്കുന്നേ എന്തോ ഒരു പാർക്കിലാണ് കേസാണ്ട്. മൃദുല ക്യാരറ്റ് വാങ്ങിച്ച് നമ്മള് മറ്റേ പ്ലം ഒക്കെ വാങ്ങിച്ച് നല്ല ഫ്രഷ് ക്യാരറ്റ് കേസാണ്ട്. ഇവിടെ വന്നപ്പോ ഇച്ചിരി കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇല്ലടാ കൊച്ചു? ആ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട ഉണ്ട്. കൊച്ചു കഴിവാതെ എടുത്ത് തിന്നിട്ട് ചവച്ച് തുപ്പി കേട്ടാ. അവിടെ ആയിട്ട് ചവച്ചപ്പോഴാ മൃദുല പറയുന്നത് കഴിവുണ്ടായിരുന്നു. വണ്ടി ഓ ഇത് ഈ വണ്ടി കാണുമ്പോഴേ പേടിയാ. ഗൈസ് വലിയൊരു അബദ്ധം പറ്റിയേട്ടാ. വണ്ടി ഇഞ്ഞ് വരികയായിരുന്നു ഗൈസ്. നമ്മളിന്ന് ഒരുപാട് നടന്ന് തിന്ന് താണ്ട ഇത് മാത്രമേ പൊട്ടിക്കണം എനിക്ക്. ആ കൊച്ചുവിനെ പൊട്ടിക്കണം. 15 വെടി 100 രൂപ. ഓക്കെ 15 വെടിയിൽ ഒരു 5 വെടി എനിക്ക് അറിയാം. 5 വെടി ഓരോരുത്തർക്ക് എത്ര എണ്ണം പൊട്ടുന്നു നോക്കാം. അടുത്ത വെടി നോക്കിയോ? അയ്യേ എടാ പൊട്ടിയത് അതിനകത്ത് അടിക്കാതാ. 2 വെടി 5 വെടി വെച്ചതിൽ 2 വെടി ഉണ്ട്. ഓ അയ്യേ ഏതാ നീ? വെടി വെക്കാൻ പഠിക്കണം, മനസ്സിലായില്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. എടാ നീ ഒരു വീരൻ തന്നെ. ഇപ്പൊ നോക്കിയോ? എന്നടി നീ അങ്ങോട്ട് ചെന്നില്ല, നിന്റെ തിരി ഉച്ചക്ക് അടിച്ചു അണ്ണ ഇങ്ങ കാക്കയാ കൊക്കായതാവും നിനക്ക് അതിലെ പോട്ടടിക്കായിരുന്നല്ലേ. അതുകൊണ്ട് ആ സോഡ കുപ്പിയിലടി. ഉന്നമില്ല കേട്ടോ, ഉന്നമില്ല. അപ്പൊ എവരില് വിൻ ചെയ്തിരിക്കുന്നത് ഞാനാണേ. 5 എണ്ണത്തിലെ 4 എണ്ണം അടിച്ചിരിക്കുന്നത്. ഏതായത് പ്രൈസ് സന്തോഷം മാത്രം. നമുക്ക് സന്തോഷം മാത്രം. കാശ്മീരിൽ പോയിട്ട് അവിടെ പൂവില്ലായിരുന്നു. ഇവിടെ നിറച്ച് പൂവാട്ടാ, അടിപൊളി. ഇവിടെ വെൽക്കം എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മളവിടെ ഓർമ്മയുണ്ടാ പോയിട്ട് മറ്റേ മണ്ണി കളച്ചിട്ടിരിക്കുന്ന ഒരു പൂ പോലും ഇല്ലായിരുന്നു. ഇപ്പൊ പൂ പിടിക്കുന്ന സീസൺ ആയിരിക്കും, അവിടെ ചിലപ്പോ പൂ പിടിക്കുമായിരിക്കും. പക്ഷെ കൊള്ളാം, നല്ല പുകയൊക്കെ ഉണ്ട്.
ഓക്കെ മഞ്ഞ്. അതെ, പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നല്ല അടിപൊളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇല്ല? എല്ലാം വൃത്തിയുണ്ട്, എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവരെന്ന്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. എങ്ങനെയുണ്ടോ റോജു? ബ്യൂട്ടിഫുൾ. പോവാ അവിടെ നിന്ന്. അടുത്ത് നമുക്ക് പൂണ്ടിയിലോട്ട് പോവാം ഗൈസ്. ഇവിടെ ഭയങ്കര ക്രൗഡില്ലേ? നല്ല ക്രൗഡ് ഗൈസ്. നല്ല ഇരിക്കാൻ സുഖം കൊണ്ട് തണലുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോവാം കേട്ടോ. ഇവിടെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. പൂവും കാര്യങ്ങളും കായും ഇത്രയൊക്കെ ഉള്ളു. അവിടെ ഫോട്ടോ എടുത്ത് മുഴുത്തില്ല ഗൈസ് മൃദുലേക്ക്. നമ്മ ഫുള്ളുണ്ട്. എടി ഇതിന്റെ ആവശ്യമുള്ളൂ ഇല്ലേ ഗൈസ്. ഇനി വണ്ടി എടുത്തോട്ട് തോനെ നടക്കാറുണ്ട് കേട്ടോ. വണ്ടി വരൂലെന്ന് അവിടെ ഇടാനൊന്നും സ്ഥലമില്ല. നടക്കണം വണ്ടി എവിടെ ഇട്ടേക്കുന്ന വണ്ടി 1 കിലോമീറ്റർ ഓയൊക്കെ ഇപ്പം ഫാൻസി കട തുടങ്ങിയ. ഓയിലൊന്നും ആരും പോകുന്നില്ലെന്ന് തോന്നുന്നു കേട്ടാ. കച്ചവടം കുറവാ. അതുകൊണ്ടായിരിക്കും നല്ല ഫാൻസി കടയൊക്കെ തുടങ്ങി. ഓയുടെ ഫുൾ ഫോം എന്താ അറിയാം അവിടെ? വേണ്ട. വരുന്ന വഴിക്ക് അമ്മയ്ക്കും അവളമ്മയ്ക്കും കൂടി ഒരു ബാഗ് വാങ്ങിച്ച്. പിന്നെ മടുത്ത് കഴിച്ചു. നമ്മള് വണ്ടി അങ്ങ് പോവായിരുന്നു. വലിയ മണ്ടത്തരമായി പോയി. കുറെ നടന്നില്ലേ മടുത്ത് നിങ്ങള്. ഞാൻ വിചാരിച്ച വണ്ടി അങ്ങ് പോകത്തില്ലെന്ന് വിചാരിച്ചു കേട്ടോ. ഗായ്സ്, ഇപ്പൊ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി. മൃദുലയ്ക്ക് ഊണ് വേണ്ട കഴിച്ചു വരാം ഗൈസ്. ഗൈസ്, ഇപ്പൊ നമ്മൾ ഇനി അടുത്തത് നമ്മൾ പൂണ്ടിയിലോട്ടാണ് യാത്ര. കൊടൈക്കനാൽ വന്നിട്ട് അങ്ങ് പോകും കേട്ടോ. പൂണ്ടി എന്ന് പറയുന്ന സ്ഥലം എന്താ പറഞ്ഞാൽ ഞാനും ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. താഴ്വരകളും നമ്മളെ ഈ ചെമ്മരിയാടുകളും നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഞാനും ഇതുവരെയായിട്ടും പോയിട്ടില്ല, നമ്മളാരും പോയിട്ടില്ല പൂണ്ടിയില്. അപ്പൊ ഇവിടുന്ന് ഏതാണ്ട് 37 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ 37 കിലോമീറ്റർ ഓടാൻ വേണ്ടി 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. 1.5 മണിക്കൂർ. എനിക്കൊന്ന് മോശം റോഡാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ റോഡ് മോശമാണ് ഇല്ലേ വെച്ചു? ഇപ്പോഴേ റോഡ് മോശമാണ്. ഇതുവരെയായിട്ടുള്ള റോഡ് മോശമല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 10-12 കിലോമീറ്ററിനുള്ളിൽ വന്നു കേട്ടോ. റേഞ്ചും കാര്യങ്ങളൊക്കെ കട്ടായി. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ, രക്ഷയില്ല. റോഡ് ഭയങ്കര മോശം റോഡ് കേസ്. കാരണം ഒന്നത്തെ കാര്യം നമ്മൾ ഫ്യൂല് അവിടെ ഇല്ല. ഫ്യൂല് നമ്മൾ അടിച്ചിട്ടുമില്ല. ഇനി 2 കട്ടേ ഉള്ളൂ. നമുക്ക് തന്നെ അബദ്ധം പറ്റും. നമ്മൾ വിചാരിച്ച പമ്പ് പോകുന്ന റൂട്ടിൽ പമ്പില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മളിനി റിസ്ക് എടുക്കുന്നില്ല. അതുമല്ല റോഡ് ഭയങ്കര മോശം കേട്ടോ. ഇനി അങ്ങോട്ട് 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്താണ്ട് ഇവിടെ നമ്മളൊരു വ്യൂ പോയിന്റ് എത്തി കേട്ടോ. ഈ വ്യൂ പോയിന്റ് പേരെന്തോ? പളനിമലൈ വ്യൂ പോയിന്റ്. അതെ ഗൈസ്, പളനിമലൈ വ്യൂ പോയിന്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുക കേട്ടോ. സ്കോഡ ഗൈസ്. എങ്ങനെയുണ്ട്? ഉള്ളൊരു പോക ഗൈസ്. അപ്പോൾ ഞാൻ റൂമിലൊക്കെ വന്ന് നമ്മളൊന്ന് കറങ്ങി കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും പോയില്ല. കാരണം ഒന്നാമത്തെ കാര്യം റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇവക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ലൈക്ക് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ റോഡ് പന്നലാവുമ്പോൾ നമുക്ക് ഓടിച്ചു പോകാനും ഒരു കംഫർട്ടില്ല, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാതി വഴിക്ക് പൂണ്ടി അങ്ങ് വരെ പോയില്ല കേട്ടോ. പൂണ്ടി പാതി നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് വരെ പോയുള്ളൂ. ഞാൻ പ്രതീക്ഷനെക്കാട്ടി റോഡ് ഭയങ്കര മോശമായിരുന്നു. അപ്പം പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടം വരെ പോയിട്ട് ഇനി വന്ന് വെറുതെ നമ്മൾ റിസ്ക് എടുത്ത് പോകണം. ആ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മൾ നേരെ ഇനി വന്നു കേട്ടോ. ഇപ്പം വന്ന് കുറേ നേരമായി. കൊച്ചു നേരെ റൂമിലോട്ട് പോയി. മൃദുല ദേ ഇരുന്ന് വിശക്കുന്നെന്ന് എന്തോ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. ഇതിനടുത്ത് ഭയങ്കര റൂമിൽ ഭയങ്കര അലപ്പ് ഗൈസ്. എനിക്കൊന്നും അറിയാൻ വയ്യ. ആരൊക്കെയോ അലപ്പ് രാവിലെ തൊട്ടേ അലപ്പായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊന്ന് മയങ്ങിയതായിരുന്നു. ഈ അലപ്പ് കേട്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ? ഇപ്പൊ റൂമിൽ കിടന്ന് അവിടെ ഉറങ്ങാൻ പറ്റത്തില്ല. അലപ്പല്ലേ? കൊച്ചു ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കൊച്ചു ഉറക്കമായിരുന്നു. പക്ഷെ കൊച്ചു ഉറങ്ങില്ല. ഞാൻ അവക്ക് വിശക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മോമോസും ഫ്രൈഡ് മോമോസും പിന്നെ അവക്ക് വടയും വാങ്ങിച്ചേട്ടാ. ചൂടാണോ? ചൂടാ. കൊള്ളാം കേട്ടോ. വട എങ്ങനെയുണ്ട്? വട നല്ല വട ഇല്ലേ? സൂപ്പർ വട ഗൈസ്. മുതുക്ക് വട. ഹേ ഗായ്സ്, ഇപ്പൊ നമ്മളിത് റൂമിന് പുറത്തിറങ്ങി. നമ്മൾ വേറെ ജാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല. കൊച്ചു നടക്കുന്നടാ. ഇവിടെ ഉള്ളവന്മാര് ഹോണ് കണ്ടുപിടിച്ച അഹങ്കാരം. 10 ഹോണ് കാണും ഒരു വണ്ടിയിൽ. അതുപോലെ നമ്മള് ബാക്കില് ബമ്പ് ഓൺ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ബാക്കിൽ കിടന്ന് ഹോൺ അടിക്കും. അതിന്റെ ബാഗ് നമ്മളെ വണ്ടി പെതുക്കേ പോകത്തുള്ളൂ. അതിന്റെ ബാക്കി കിടന്ന് ഹോൺ അടിക്കും കഴിച്ചു. അതാ സഹിക്കാൻ വയ്യാത്ത. ചോക്ലേറ്റ് ഒന്നും വീട്ടുകാരും തിന്നൂടെ. അച്ഛനും കഴിക്കില്ല മധുരം, അമ്മയും കഴിക്കത്തില്ല, നമ്മളിപ്പോൾ ഒട്ടും കഴിക്കത്തില്ല. കഴിക്കുന്നത് ആരുമില്ല. പിന്നെ എന്തിനാ ചോക്ലേറ്റ് വാങ്ങുന്നത്? നമ്മളവിടെ ചൂടാ. ഇതും അവിടെ കൊട്ട ചൂടാ. മൃദുലതേ 10 രൂപയുടെ 10 സാധനം വാങ്ങിച്ചു. എക്സ്പെൻസീവ് സാധനത്തിനൊന്നും താല്പര്യമില്ലെന്ന്. ലോക്കൽ
അതുപോലെ മറ്റേ ബോട്ടിങ്ങിന് വന്നില്ലേ, ആ റോഡാണ്. കൊച്ചു മറ്റേ കുമ്പളയൊക്കെ വിട്ടുകൊണ്ട് വന്നില്ലേ, ആ റോഡാണ് കേട്ടോ അത്. പേടിക്കലടാ വിലകളനായിട്ട് ഇല്ല നോക്കട്ടെ കൈസ് കിടിക്കുന്നു. ഇത് സൂപ്പർ, മൃദുലെ പോലെ ക്യൂട്ട്. അതോടെ വെച്ചാണ് അടിപൊളി ഡ്രീം ക്യാച്ചർ കേട്ടാ, മുതുക്ക് ഡ്രീം ക്യാച്ചർ. പക്ഷെ ഡ്രീം പറഞ്ഞാണ് നിന്റെ ഡ്രീം പറ. എനിക്ക് ഞാൻ മേടിക്കുന്നില്ല, ഡ്രീം ഉള്ളവനെ ഡ്രീം ഉള്ള മേടിച്ചാൽ മതി. ഡ്രീം ഈ പാണ്ണ ഇറങ്ങി അത് കൊള്ളാം, ഗോൾഡൻ കൊള്ളാം. ഗോൾഡൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിച്ചു. പക്ഷെ 850 രൂപയ്ക്കുള്ളതുണ്ടോ എന്ന് അറിയാൻ വയ്യ കേട്ടോ. 850 രൂപയ്ക്കില്ലേ, ഒരു 500 തമിഴിലെ 2 പാർട്ടി சொல்லடா മതി. അച്ചാറിടാനുണ്ട്, അച്ചാറിടാം. വൈൻ ഷോപ്പ് അച്ചാറ്. ഇത് കല്ലുമണ്ണും വാരി വെച്ചേക്കുന്നതാണ്. ഓ സ്പൈസസ് അല്ല, അത് എണ്ണ ഒഴിച്ച് തല തേക്കുന്നുണ്ട്. ക്രോക്സിന്റെ ഗൈസ്, നമ്മളെ ഇവിടുത്തെ ഈ സ്ട്രീറ്റ് ഫുഡ് ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല കേട്ടോ. വയറ് വയ്യ. ആ കടയിലെ ചേട്ടനും പറഞ്ഞു ഇവിടത്തേക്ക് ഫുഡ് പഴവിയ ഫുഡാണ് ഈ സ്ട്രീറ്റിനകത്ത്, കഴിക്കല്ലെന്ന് പറഞ്ഞു. ഇതിന്റെ പേരെന്ത് വരുന്നത്? നീലഗിരി ചിക്കൻ. നമ്മളത് നീലഗിരി ചിക്കനും നമ്മളെ പൊറോട്ട, നല്ല ചൂട് പൊറോട്ട, നല്ല കളറും ഉണ്ട്, നല്ല പച്ച കളർ. അത്ര നല്ല രസമല്ല, കുഴപ്പമില്ല. ഗൈസ്, നമ്മളൊരു മട്ടൻ കറി ദോശ എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യപരീക്ഷണമെന്ന് തോന്നുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കും. ആരും ഒന്നും മിണ്ടുന്നില്ല. ദോശക്കകത്ത് മട്ടൻ കറി ഒഴിച്ച് തിന്നാൽ കറി വെച്ച് കരിച്ച് കരിഞ്ഞു പോയി. ഹേ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിച്ച് വന്നു. മറ്റേ മട്ടൻ ദോശ വൻ ഫ്ലോപ്പ് ആയിരുന്നു. 300 രൂപയാണ് ആ സാധനത്തിന്. അത് വിഷമം വരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടമില്ല. കരിഞ്ഞ മുട്ട എല്ലാം ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കുറെ സ്ഥലത്തൊക്കെ വേറെ ഒക്കെ പോകണമെന്ന് അറിയാലോ. നമ്മളെ കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ ഇത്രയും സ്ഥലങ്ങൾ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ പലയിടത്ത് റോഡ് മോശമായതുകൊണ്ട് മഴയൊക്കെ ചാടി പോകാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നും പോയില്ല. ജസ്റ്റ് നമ്മൾ ഈ അടുത്തുള്ള ലൊക്കേഷൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഇതങ്ങനെ ഒരു പ്ലാൻഡ് ട്രിപ്പോ അങ്ങനെയൊന്നും അല്ല, നമ്മൾ പെട്ടെന്ന് തോന്നി വന്നതാണ്. ഇനിയും ഫ്യൂച്ചറിൽ വരാം, അച്ഛനമ്മയും കൊണ്ടൊക്കെ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴേലും വരാം. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് ഫുള്ള് കൊടൈക്കനാൽ കറങ്ങുന്നൊക്കെ ആയിരുന്നു. അപ്പൊ നാളെ എന്തായാലും നമ്മൾ കൊടൈക്കനാൽ വിടുവാണ്. നാളെ ഉച്ചയോടുകൂടി ഇവിടെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങും കേട്ടോ. അപ്പം നിങ്ങളും എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പ്ലീസ് ഉള്ള ബൈ.